ഉത്തർപ്രദേശും പഞ്ചാബും അടക്കം 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിന് ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ ചേരുന്ന ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയാകും മുഖ്യ ചർച്ചാ വിഷയം. തിരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കേണ്ട തന്ത്രങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ അധ്യക്ഷൻ അമിത്ഷായും അടക്കം പ്രധാന നേതാക്കളെല്ലാം പങ്കെടുക്കുന്ന 2 ദിവസത്തെ നേതൃയോഗം രൂപീകരിക്കും. തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കണോ എന്ന കാര്യത്തിൽ നിർവാഹക സമിതി തീരുമാനമെടുക്കും. നോട്ട് അസാധുവാക്കലും പാക് അധീന കശ്മീരിൽ നടത്തിയ മിന്നലാക്രമണവും പ്രധാന പ്രചാരണ ആയുധമാക്കാനാണ് ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. നോട്ട് പിൻവലിക്കൽ വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്ന വിമർശനങ്ങൾക്കും പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള മുറുമുറുപ്പുകൾക്കും മറുപടി പറയാനാകും യോഗത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ ശ്രമം. നോട്ട് പിൻവലിക്കൽ നടപടിയെ പിന്തുണച്ച് സാമ്പത്തിക പ്രമേയവും അതിർത്തിയിലെ സൈനികാക്രമണത്തെ വാഴ്ത്തി രാഷ്ട്രീയ പ്രമേയവും അവതരിപ്പിക്കും. ഫെബ്രുവരി 1 അവതരിപ്പിക്കാനിരിക്കുന്ന ബജറ്റിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുന്ന വാഗ്ദാനങ്ങൾ ഏതൊക്കെ വേണമെന്ന ദേശീയ നേതൃയോഗത്തിൽ ആശയവിനിമയം ഉണ്ടാകും. രാവിലെ 10 മണിക്ക് അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഭാരവാഹി യോഗം ചേരും. വൈകിട്ട് 4 പ്രധാനമന്ത്രി മോദി ഭാരവാഹി യോഗത്തിൽ സംസാരിക്കും. വൈകിട്ട് 4 മണിക്ക് ദേശീയ അധ്യക്ഷൻ അമിത്ഷായാണ് നിർവാഹക സമിതി യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുക. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഡ്രസ് റിഹേഴ്സലായാണ് ബി.ജെ.പി. വരാനിരിക്കുന്ന ഈ 5 നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ കാണുന്നത്. നോട്ട് പിൻവലിക്കലിന് തൊട്ടുപിന്നാലെ വന്ന തിരഞ്ഞെടുപ്പുകളിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ സംബന്ധിച്ച് തന്നെയായിരിക്കും നേതൃയോഗത്തിലെ പ്രധാന ചർച്ചകൾ. സുജി പട്ടാമ്പിക്കൊപ്പം ബൽറാം, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.